ഹലോ ഹായ് അസ്സലാമു അലൈക്കും. നമുക്ക് നാടൻ കോഴിനെ കൊണ്ടൊരു ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. നാടൻ കോഴിൻ്റെ അറുത്ത് ഇറച്ചിയാക്കി കേട്ടോ, വലിയ കഷ്ണാക്കി കണ്ട് വെട്ടിയേക്കാണ്. നമുക്ക് കുക്കറിൽ വെക്കട്ടോ. മഞ്ഞളും ഒരു അര സ്പൂണ് ഉപ്പ് പാകത്തിന്, ഒരു കപ്പ് വെള്ളം കേട്ടോ. നാടൻ കോഴി ആകുമ്പോൾ തിളപ്പിക്കണം, നല്ലോണം പകുതിയിൽ വേവിക്കണം. എന്താ അരി നമുക്കൊരു കിലോന് അരി, അത് ചുടുവെള്ളത്തിൽ ഇട്ടിച്ച് കേട്ടോ. അതിനതൊക്കെ പോകും, വെള്ളത്തിൽ ഇട്ട് ചടിച്ച് ചിക്കണം. നമുക്ക് വെളുത്തുള്ളി 2 ഒരു 4 പച്ചമുളക്, ഇഞ്ചി ചതക്കട്ടോ, ഒരു 5-6 ഉള്ളി, ചെറിയ ഉള്ളി കേട്ടോ, അതറിയാം. നമുക്ക് ഇവിടെ ഒരു കുക്കർ വിസിൽ വന്നിട്ടുണ്ട്, 4-5 വിസിലടിച്ചാൽ. നാടൻ കോഴി ആയതുകൊണ്ട് ഉള്ളി പകുതി ഇതാക്കാനായിട്ട് അരിഞ്ഞൊക്കെ, മല്ലിച്ചപ്പ്, പുതിന, 4 തക്കാളി. നമ്മളെ ഇറച്ചി വന്നിട്ടോ, ഉള്ളി എണ്ണയ്ക്കിട്ട് വാട്ടുക. നമുക്ക് ഉള്ളി, മുന്തിരി, അണ്ടിപ്പരിപ്പൊക്കെയാണ് കോരി കലർന്ന് കൊടുക്കാൻ എടുക്കട്ടോ. നല്ലോണം ഇതായിക്കണം, മൂത്തക്കണം. ജീരകം, വെല്ലുള്ളി എണ്ണയിലിട്ട് വഴറ്റുക. നല്ലോണം വഴഞ്ഞിട്ട് കറിവേപ്പില ഇടുക, ഇഞ്ചിയും വെളുത്തുള്ളിയും അതും ഇടുക. നല്ലോണം നല്ലൊരു മണം വരുവോളം നല്ലോണം വഴറ്റുക കേട്ടോ. ഇപ്പോൾ വഴണ്ട് നല്ലോണം വന്നിക്കണം. അതിലേക്ക് മസാലകൾ ഇടുക കേട്ടോ. മല്ലിപ്പൊടി 1.5 സ്പൂണ്, ഒരു 1/2 സ്പൂണും മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് 1.5 സ്പൂൺ കേട്ടോ. ഗരം മസാല 1/2 സ്പൂൺ. ഒക്കെ പാടെ ഇളക്കുക കേട്ടോ. ഇളക്കിയിട്ട് തക്കാളി ഇടുക. നല്ലോണം മൂത്ത് വന്നിട്ട് തക്കാളി ഇടുക. തക്കാളി നമ്മളവിടെ ഉണ്ടായ തക്കാളി ഇട്ടത്, കുഞ്ഞ് തക്കാളിയാണ്. നല്ലോണം വഴണ്ട് വന്നിട്ട് നല്ലോണം വെന്തിട്ട് അതിലേക്ക് ഇറച്ചി കേട്ടോ. നാടൻ കോഴി ആയതോട് ഒന്ന് വേവിക്കണം. വെന്തിട്ട് അതിലേക്ക് ഇറച്ചിട്ട് 1 സ്പൂൺ ഉപ്പും കൂടി ഇടുന്നു കേട്ടോ. ഇറച്ചിയിലിട്ടിട്ട് നമ്മൾ ഉള്ളിയിലിട്ടിട്ടുണ്ടായില്ല, ഇതായിട്ടാണ് ഇട്ടത്. കുറച്ച് നേരം അടിച്ചക്കണം ഇട്ടത്. എന്നിട്ട് തക്കാളി വേവണം, ഒന്ന് വെന്തിട്ട് എന്നിട്ടാണ് ഇറച്ചിട്ടിട്ട്. തക്കാളി ഇട്ട് അടി പിടിച്ചൊന്നുമില്ല, അതേ എന്തായാലും മസാല ഇട്ടാലും ഒന്ന് അടി പിടിച്ചു. തക്കാളി ഇട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇട്ടാൽ അടി പിടിക്കാതെ. തക്കാളി വെന്തിട്ട് പിന്നെ അതിലേക്ക് കോഴി വേവിച്ച് വെച്ച കോഴി ഇടും കേട്ടോ. ഒരു 3 മിനിറ്റ് അടച്ചേക്കാം, ഒന്ന് തക്കാളി വേവാൻ വേണ്ടി. കോഴിയുടെ തൈര് ഒഴിക്കട്ടോ. കോഴി വെന്തതാണ്. നാടൻ കോഴി ആകുമ്പോൾ ഒന്ന് കുക്കറിൽ ഒരു 3-4 വിസിലടുപ്പിക്കാം. മല്ലിച്ചപ്പും പുതിന അതുകൂടെ ഇളക്കി വെക്കുക. അത് റെഡി ആയിട്ടോ. അതിൽ മസാല
നമുക്ക് അടുപ്പത്തു നിന്ന് മാങ്ങിയൊക്കെ നമുക്ക് അടിച്ച് വെക്കട്ടോ. കുക്കർ വെക്കാം. ആ കുക്കർ അതിൽ തന്നെ ഇനി കോഴി വേവിച്ചിന്. അപ്പോൾ അതിൽ തന്നെ വെള്ളം പാരം കേട്ടോ. ഒരു 4 കപ്പ് വെള്ളം. 1 കിലോന് അരിക്ക് 500 ആയിങ്ങാണ്ട് അങ്ങനെ ഒരു 2 ലിറ്റർ വെള്ളം. 1 കിലോന് 2 ലിറ്റർ വെള്ളം കേട്ടോ. അങ്ങനെ 500 കപ്പാണത്. അങ്ങനെ 4 തിളച്ച വെള്ളം പറഞ്ഞിരിക്കുന്നത് ആകും. അങ്ങനെ ആ കുക്കർക്ക് തന്നെ അരിയിട്ട തളയ്ക്ക് ഉപ്പിട്ടു. പിന്നെ ക്യാരറ്റ്, ഒരു മുറി നാരങ്ങ കേട്ടോ. അപ്പം കട്ട പിടിക്കില്ല നാരങ്ങ ഇട്ടാൽ. ഈ നെയ്യും, 1 സ്പൂൺ നെയ്യും തിളച്ചിട്ട് അതിക്ക് അരി ഇടും കേട്ടോ. അരി കഴുകി വെച്ച അരി ഇടും. ഇത് ഒരു 3/4 വേവ് വെന്താൽ മതി. ഒരൊറ്റ വിസിലടുപ്പിച്ചിട്ടോ. വിസിലടുപ്പിച്ചിട്ട് മാമിച്ച് വിസിൽ കളഞ്ഞാണ്ട് അപ്പോൾ പാകത്തെ ഇതേക്കാരം, പാകത്തെ വേവ് വെക്കാരം. നമ്മൾ പിന്നെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് തിളച്ച് വരും. തിളച്ച് വന്നിട്ട് പിന്നെ ഇത് വെയിറ്റ് വെച്ച് അടപ്പ് വെച്ചാൽ മതി കേട്ടോ. കുക്കറിൻ്റെ അടപ്പ് വെച്ചാൽ മതി. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഒരു അടപ്പ് വെക്കുക. അങ്ങനെ ഒരു വിസിലടിച്ചു മാങ്ങിയിട്ട് അത് വിസിൽ കളയാട്ടോ. ഞാനിത് അടുപ്പത്താണ് ഉണ്ടാക്കണത്. ഗ്യാസിന് എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ടില്ല. അപ്പോൾ പാകത്ത് ഇതായിക്കണം കേട്ടോ. കണ്ടല്ലേ, ഒന്നും ഒട്ടിപ്പിടിച്ചൊന്നുമില്ല. വേറെ ഒരു ചെമ്പട്ടിക്ക് ഒഴിക്കുക. അങ്ങനെ കോരിട്ടുകൊണ്ട് അടിയിലൊന്നും പിടിച്ചില്ല കേട്ടോ. നമ്മൾ നാരങ്ങ ഇട്ടേക്കണം. പിന്നെ നെയ്യ്, 1 സ്പൂൺ നെയ്യും അടിയിലൊന്നും പിടിച്ചിട്ടില്ല. നമ്മൾ പിന്നെ മസാല കൂട്ടി വെച്ചത് ഇറച്ചില്ല, അത് ആ കുക്കറിൽ തന്നെ ഇട്ടൊക്കെയാണ്. അതിൽ വെച്ചിട്ട് ഇല, നമ്മളെ വാഴൻ്റെ ഇല വെച്ചുകൊണ്ട് അടിയിൽ കൂടെ ഒക്കെ ഇങ്ങനെ കീറി കൊടുത്തേക്കണം കേട്ടോ. അതിൻ്റെ ഇത് വെള്ളം മേലക്ക് ചോറ്റുമ്മക്ക് കയറാനും ചോറുമ്മക്ക് കയറാനും ചോറിടുക. മല്ലിച്ചപ്പും പുതിന ഇടുക. പിന്നെ ഗരം മസാല ഇടുക. പിന്നെ ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇട്ടത് അതും കേട്ടോ. അതിൻ്റെ മുകളിൽ പിന്നെയും ചോറിടും. ചോറിട്ട് ഫുള്ളാക്കിട്ടോ. ഫുള്ളാക്കിക്കാണ്ട് ആ കണലിൽ വെച്ചേക്കുക. അങ്ങനെ കുക്കറിൻ്റെ അടുപ്പ് അടിച്ച് വെച്ചേക്കുക. പിന്നെ ആ ഒരു മണിക്കൂറൊക്കെ അങ്ങനെ കടന്നാൽ നല്ല ഇതാട്ടോ. പിന്നെ എന്താ, കുക്കറിൽ വെച്ചാൽ കുഴഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മളെ ചോറ് ചെമ്പട്ടിക്ക് ഒഴിവാക്കിട്ടോ. ഇറച്ചി വേറി പിന്നെ ചോറ് വേറി.